50കാരിയായ ടിന ചുമുൻ കഴിഞ്ഞ 2 വർഷക്കാലമായി ദിവസേന ജോലിക്കായി അപേക്ഷിക്കുന്നുണ്ട്. ഏകദേശം 4000-ലധികം അപേക്ഷകൾ അയച്ചിട്ടും ജോലി ലഭിക്കാതായതോടെ തന്റെ അമ്മയുടെ വീട്ടിലേക്ക് താമസം മാറ്റുന്ന കാര്യം ആലോചിക്കുകയാണവർ. ഓരോ അപേക്ഷയും നിരസിക്കപ്പെടുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണെന്ന് അവർ പറയുന്നു. അണ്ടർ ഗ്രാജുവേഷൻ പൂർത്തിയാക്കി മാർക്കറ്റിംഗിലും സൈക്കോതെറാപ്പിയിലുമായി 2 മാസ്റ്റേഴ്സ് ബിരുദവും നേടിയ വ്യക്തിയാണ് ടീന. മാത്രമല്ല, ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിൽ 3-ാം വർഷ ഡോക്ടറേറ്റ് ചെയ്യുകയുമാണവർ. ഇത്രയേറെ യോഗ്യതകൾ ഉണ്ടായിട്ടും തനിക്ക് ജോലി ലഭിക്കാത്തതിന് പ്രധാന കാരണം തന്റെ പ്രായമാണെന്നാണ് ടീന പറയുന്നത്. 2024 ഏപ്രിലിൽ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം പാർട്ട് ടൈമായി തന്റെ കൗൺസിലിംഗും മാർക്കറ്റിംഗ് കൺസൾട്ടൻസിയും നടത്തി വരികയായിരുന്നു. എന്നാൽ അത് മോൾട്ട്ഗേജ് ഉൾപ്പെടെയുള്ള ചെലവുകൾക്കുള്ള വരുമാനം നേടിത്തന്നിരുന്നില്ല എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പൂർണ്ണസമയ ജോലിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായി തുടർച്ചയായി അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു അഭിമുഖത്തിന് മാത്രമാണ് അവർക്ക് ക്ഷണം കിട്ടിയത്. മോർട്ട്ഗേജ് തവണകൾ മുടങ്ങിയതോടെ വായ്പാദാതാക്കൾ നിയമ നടപടികൾ സ്വീകരിച്ചത് മറ്റൊരു ഇരുട്ടടിയായി. ഇപ്പോൾ ടീനയുടെ നോർത്താംപ്ടൺഷെയർ കെറ്ററിംഗിലുള്ള 4 കിടപ്പുമുറികളുള്ള വീട് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ്. ലണ്ടനിലേക്ക് മടങ്ങി ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണവർ. ലണ്ടനിലെത്തി 1 വർഷത്തിനുള്ളിൽ ജോലി ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ അവരെ സാമ്പത്തികമായി സഹായിക്കുന്ന അമ്മയോടൊപ്പം താമസിക്കേണ്ട സാഹചര്യം വന്നു ചേരുമെന്നാണ് ടീന പറയുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതേ പ്രായപരിധിയിലുള്ള 100 കണക്കിന് ആളുകളാണ് തൊഴിൽ ലഭിക്കാതെ കഷ്ടപ്പെടുന്നത്. 50-നും 64-നും ഇടയിൽ പ്രായമുള്ള ഏകദേശം 8,76,000 പേർ തൊഴിൽ അന്വേഷിക്കുന്നുണ്ടെന്നും എന്നാൽ അവർക്കത് ലഭിക്കുന്നില്ല എന്നാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനായി £1 ബില്യൺ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. യുവാക്കളെ ജോലിയിൽ നിയമിക്കുന്ന തൊഴിലുടമകൾക്ക് ഇൻസെന്റീവ് നൽകുന്ന പദ്ധതിയാണിത്. 18 വയസ്സിനും 24 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കഴിഞ്ഞ 6 മാസക്കാലത്തിലേറെയായി തൊഴിലില്ലാത്ത യുവാക്കളെ ജോലികളിൽ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് £3000 വരെ ലഭിക്കുന്ന പദ്ധതിയാണ് പെൻഷൻ സെക്രട്ടറി പാറ്റ് മെക്ഫാഡൻ പ്രഖ്യാപിച്ചത്. ഇതോടെ ടീനയുടെ പ്രായപരിധിയിൽപ്പെട്ടവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത പിന്നെയും കുറയുകയാണ്. മാത്രമല്ല, യുവാക്കളെ ജോലിയിൽ നിയമിക്കുമ്പോൾ അവർക്ക് പരിചയസമ്പന്നരായവർക്ക് നൽകുന്ന അത്രയും ശമ്പളം നൽകേണ്ടതില്ല എന്നൊരു ഗുണം കൂടിയുണ്ട്. സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് ചെലവ് കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ എവിടെയെങ്കിലും ചെലവ് കുറയ്ക്കാൻ തന്ത്രപ്പാടുപെടുന്ന തൊഴിലുടമകൾ സ്വാഭാവികമായും യുവാക്കളെയായിരിക്കും ജോലിക്കായി എടുക്കാൻ താൽപ്പര്യപ്പെടുക. അതുകൊണ്ട് തന്നെ പ്രായമായവരെയും തൊഴിലിലേക്ക് മടക്കിയെത്തിക്കാൻ പുതിയ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കണമെന്ന് ടീന പറയുന്നുണ്ട്. മുതിർന്ന പൗരന്മാർക്കായി പ്രവർത്തിക്കുന്ന ചില ചാരിറ്റികളും സമാനമായ ആവശ്യവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു.